യെശയ്യാവിൻ്റെ പ്രവചനം 51:12. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം വ്യത്യസ്തങ്ങളാണ്. ഭയപ്പെട്ടിരിക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ, ആകുലപ്പെട്ടിരിക്കുമ്പോൾ, പരാജയപ്പെട്ടിരിക്കുമ്പോൾ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, രോഗത്തിൽ എന്നിങ്ങനെ പല സാഹചര്യങ്ങളിൽ ആശ്വാസം ആവശ്യമായി വരാം. ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളിലാണ് ആശ്വാസം ആവശ്യമായിരിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന വാഗ്ദത്തമാണ് അവിടുന്നാണ് അവരുടെ ആശ്വാസകൻ എന്ന്. എല്ലാ മനുഷ്യരും ഇടയ്ക്കിടെ ആശ്വാസം ആവശ്യമുള്ളവരാണ്. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. ദൈവത്തെ അറിയുന്നവർക്ക്, അവിടുന്ന് ആശ്വാസകൻ എന്നുകൂടെ അറിയുന്നവർക്ക് മറ്റാരും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും ദൈവിക ആശ്വാസം പ്രാപിക്കാൻ കഴിയും. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന വിവിധ വിധങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. നോഹ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നൽകിയ പേരിൻ്റെ അർത്ഥം ആശ്വാസം എന്നാണ്. ശാപഗ്രസ്തമായ ഭൂമിയിൽ തങ്ങളുടെ മകൻ അവർക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ പേര് നൽകിയത്. മക്കളിലൂടെ ആശ്വാസം പ്രതീക്ഷിക്കുന്നവരുടെ പ്രതിനിധികളാണ് ഇവർ എന്ന് ചിന്തിക്കാം. യെശയ്യാവിൽ തന്നെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ദൈവം വാഗ്ദത്തം നൽകുന്നു. നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങളിലൊന്ന് ആശ്വാസപ്രദൻ എന്നാണ്. എല്ലായ്പ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുള്ളപ്പോൾ ധാരാളം ആശ്വാസം അനുഭവിക്കണം. മനസ്സിളകി മറിയുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണോ? പ്രതീക്ഷകൾ അവസാനിച്ചെന്ന് തോന്നുന്നുവോ? കണ്ണുനീരിൻ്റെ താഴ്വര തരണം ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയിലാണോ? ഒരു കാരണവുമില്ലാതെ പലരും പകയ്ക്കുകയാണോ? ആശ്വസിപ്പിക്കേണ്ടവർ അകന്നു മാറുകയാണോ? ആരും സഹായിക്കാനില്ലെന്ന് കരുതുന്നുവോ? ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. വിശ്വാസത്താൽ ആ ആശ്വാസം പ്രാപിക്കുക. അതിലുമുപരി ആ ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിക്കുമ്പോൾ സമാധാനം നമ്മെ ഭരിക്കും. നാം അറിയാത്ത വഴികൾ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.